ഹായോ ഒരു ഫ്രഷ് എന്ന നിലയ്ക്ക് ഇവിടേക്ക് വരാൻ നേരത്ത് ഭയങ്കരമായിട്ടുള്ള കുറേ ഡൗട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നല്ല ടീച്ചേഴ്സ് ആണോ, എത്രത്തോളം പഠിപ്പിക്കും, ഈ പഠിപ്പിക്കുന്നത് മതിയാവോ, ഇത്രയും പഠിക്കണോ, അങ്ങനെ കുറേ ഡൗട്ട് നമ്മുടെ അടുത്തുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് എൻ്റെ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തതാണ്. കാരണം മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന എല്ലാ ടീച്ചേഴ്സും അവർ ഏത് സബ്ജക്റ്റ് നടക്കുന്നത് അതിനകത്ത് അവർ എക്സ്പേർട്ട് ആയിരുന്നു. അപ്പം എത്രത്തോളം എങ്ങനെ പഠിപ്പിക്കണ്ടേ, എങ്ങനെ അവർക്കൊന്ന് മനസ്സിലാവുക എന്നതിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് ക്ലാരിറ്റി എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന കാര്യത്തിന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലാസ്സിൽ കുറേ ഗെയിംസ് ആണെങ്കിലും കുറേ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു കണക്ഷനിൽ അതിന് എത്രത്തോളം അതിൻ്റെ സ്കോപ്പ് ഉണ്ടെന്നുള്ള ഇവിടെ നിന്നാണ് ശരിക്കും എനിക്ക് വ്യക്തമായി മാറിയത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു സംശയമുണ്ട്, നമുക്ക് ചോദിക്കണം, നമുക്കിപ്പോൾ ഒരു സജഷൻ ഉണ്ട്, അത് പറയണം, അതിനുള്ള സ്പേസ് നമുക്ക് ക്ലാസ്സിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ സജഷൻ പറയുകയാണെങ്കിൽ അതിനെ പെർസീവ് ചെയ്തിട്ട് അതവരുടെ പഠിപ്പിക്കുന്ന രീതിക്കകത്തൊക്കെ ചേഞ്ച് ചെയ്യാൻ അവർ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇവരുടെ ക്ലാസ്സിൽ എപ്പോഴും ആ പ്രോസസ്സിൽ എപ്പോഴും ഇൻവോൾവ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ജേണിക്കകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ജസ്റ്റ് പാസീവ് ലിസണേഴ്സ് ആവാണ്ട് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആവാന്നുള്ളത്. ഇതിനെല്ലാം പുറമെ നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ക്ലാസ് തുടങ്ങി ഒരു ഡിസംബർ ആയപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റി. ഈ 5 മാസം എന്ന് പറയുന്നത് നമുക്ക് റിവിഷന് വേണ്ടി കിട്ടിയ സമയമാണ്. അപ്പം നമുക്കറിയാം ഒരു UPSC ആസ്പിറന്റ് ആയി നിൽക്കുന്ന സമയത്ത് റിവിഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പം ഈ 5 മാസം കിട്ടുക എന്ന് പറയുന്നത് ഒരു നമുക്ക് കോൺഫിഡൻസ് ആണെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി കിട്ടാനുള്ള ഒരു ബെറ്റർ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതോടെ കോൺഫിഡൻറ്റ് ആണ്.